ഓക്കെ. ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് ആന്യൂറ്റി. ഓക്കെ, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിലെ ഇനി അടുത്തൊരു മെത്തേഡാണ് ആന്യൂറ്റി. സെയിം തന്നെ നമ്മുടെ എൻ പി വി കാണുന്ന സെയിം തന്നെ, അതായത് എൻ പി വി പോസിറ്റീവ് വാങ്ങിച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, നെഗറ്റീവ് വാങ്ങിച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആന്യൂറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു 4000 രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കും. നമ്മൾ സീറോയിൽ, അതായത് ഇന്ന് ഒരു 4000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്ക് അടുത്തൊരു 5 വർഷത്തേക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു 1000 രൂപ റിട്ടേൺ കിട്ടി, അല്ലെങ്കിൽ ഒരു 6 വർഷത്തേക്ക് കിട്ടി. അങ്ങനെ ഒരു ഫിക്സഡ് പീരീഡ്, 5ഓ 6ഓ 3ഓ അങ്ങനെ ഒരു ഫിക്സഡ് പീരീഡിൽ നമുക്ക് എന്ത് കിട്ടി? കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ ഒരു 5 വർഷം എഴുതുന്നുണ്ട്. കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? 1000 കിട്ടി. ഇനി അപ്പൊ ഇതിനെയാണ് ആന്യൂറ്റി എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഡിഫറൻസ്? മുമ്പ് നമ്മൾ പഠിച്ചതില് എന്താണ്, പല ക്യാഷ് ഫ്ലോസ് ആയിരുന്നു. അതായത് 20,000, 30,000, 40,000 അങ്ങനെ പല പല എന്താ അൺകൺവെൻഷൻ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ആയിരുന്നു. ഇപ്പൊ നമ്മള് സെയിം, അതായത് സെയിം ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ ത്രൂ ഔട്ട് ദി ഇയർ. അപ്പോൾ നമ്മൾ ഒരു ഫിക്സഡ് പീരീഡ് ഉണ്ടാവും, ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവും. അപ്പൊ അതാണ് ആന്യൂറ്റി എന്ന് പറയാം. ആന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഫിക്സഡ് എമൗണ്ട് ഇൻ എ ഫിക്സഡ് പീരീഡ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇനി പ്രസന്റ് വാല്യൂ ഇനി കാണാം. നമ്മൾ മുമ്പത്തെ കേസിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ പിടിച്ചിട്ട് അങ്ങനെ ഓരോന്നും ഡിസ്കൗണ്ട് ഫാക്ടർ ചെയ്തിട്ടും കാണാം. അതായത് ഇപ്പൊ നമ്മൾ മുമ്പ് ഇങ്ങനെ പഠിച്ച ഇക്വേഷൻ 1/1.1 എന്റിന്റെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊടുക്കാം, എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എല്ലാ വർഷത്തിന്റെയും ഡിസ്കൗണ്ട് ഫാക്ടർ കിട്ടി അല്ലെ? ഓക്കെ. ഇനി അടുത്ത് എന്താ ചെയ്യാം? നമ്മൾ പ്രസന്റ് വാല്യൂ ആയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, എല്ലാത്തിനും പ്രസന്റ് വാല്യൂ കാണും, സമ്മ് കാണും, എൻ പി വി, പഴയ കഥ. പക്ഷേ ഇവിടെ എങ്ങനെ നമുക്ക് ആന്യൂറ്റി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നമുക്ക് വേറൊരു ടേബിൾ ഉണ്ട് ആക്ച്വലി, ആന്യൂറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആന്യൂറ്റി ഫാക്ടർ എന്ന് ടൈപ്പ് ചെയ്യുക. ഡിസ്കൗണ്ട് ഫാക്ടറിന്റെ പോലെ തന്നെ ഒരു ടേബിൾ ആണ് എന്ത്, ആന്യൂറ്റി ഫാക്ടർ. ഓക്കെ. അപ്പോ ഒരു മിനിറ്റ്, ലോ ദിസ് ടൈം എന്നിട്ടാവത്. ഓക്കെ. അപ്പൊ ഡിസ്കൗണ്ട് ഫാക്ടറിന്റെ പോലത്തെ ഒരു സംഭവമാണ് എന്ത്, ആന്യൂറ്റി ഫാക്ടർ. ഇവിടെ എന്തോ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് ഓക്കെ, തൽക്കാലം തോട്ടിരിക്കട്ടെ, ഇത് മനസ്സിലാവില്ല എന്നിട്ടാവും. ഇനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആന്യൂറ്റി ഫാക്ടറിന്റെ ടേബിളിൽ പോയിട്ട് ജസ്റ്റ് ഇപ്പൊ ഞാൻ 10% ആണ് കോസ്റ്റ് എന്ന് വിചാരിച്ചോ. 10% കോസ്റ്റ് ആ 5 ഇയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ജസ്റ്റ് ആ 10% നേരെ അഞ്ചാമത്തെ ഇയറിന്റെ അവിടെ പോയിട്ട് ആന്യൂറ്റി ഫാക്ടർ കൊണ്ട് എടുത്തിട്ട് ഒരു ക്യാഷ് ഫ്ലോ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ മൊത്തം സമ്മ് കിട്ടും. അതായത് ഇപ്പൊ നിങ്ങൾ സാധാരണ ഇങ്ങനെ സമ്മ് കാണാം, ഇപ്പൊ പ്രസന്റ് വാല്യൂ ഇൻറ്റു ക്യാഷ് ഫ്ലോ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇന്നത്തെ പ്രസന്റ് വാല്യൂ കിട്ടും. എന്നിട്ട് മൊത്തം കൂടി ഡ്രാഗ് ചെയ്താൽ എല്ലാ വർഷത്തിനും പ്രസന്റ് വാല്യൂ കിട്ടും. അത് സാധാരണ എൻ പി വി കാണുമ്പോൾ അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? ഇത് മൊത്തം സം ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് പ്രസന്റ് വാല്യൂ കിട്ടും. എന്നിട്ടാണ് നമ്മൾ 4000 വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതെന്താണ്, 4000 ഇറക്കി 3790 കിട്ടണുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല? ഇൻവെസ്റ്റ് ചെയ്യില്ല, കാരണം എൻ പി വി നെഗറ്റീവ് ആണ്. ഇനി ഇത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാന്ന്, അതായത് ആന്യൂറ്റി ഫാക്ടർ ടേബിളിൽ നിന്ന് പോയി എടുത്താൽ മതി. നിങ്ങൾ അതിന് പകരം എന്ത് ചെയ്യുക? ആ ടേബിൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഈ ഡിസ്കൗണ്ട് ഫാക്ടർ മൊത്തം സം ചെയ്യുക. അപ്പൊ ആന്യൂറ്റി ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് സം ഓഫ് ഡിസ്കൗണ്ട് ഫാക്ടർ ആണ്. അതായത് ഇവിടെ കാണുന്ന ഈ ആന്യൂറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഫാക്ടറിന്റെ സമ്മിനെയാണ് ആന്യൂറ്റി ഫാക്ടർ എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ആന്യൂറ്റി ഫാക്ടർ ഉണ്ട്, അതായത് ഈ അഞ്ചാമത്തെ ഇയറിന്റെ ആന്യൂറ്റി ഫാക്ടർ ഉണ്ട്, 10% ആന്യൂറ്റി ഫാക്ടർ ഉണ്ട്. പിന്നെ എന്ത് ചെയ്താൽ മതി? ഒരു ക്യാഷ് ഫ്ലോ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സെയിം എമൗണ്ട് കിട്ടും. ഓക്കെ. ഇതാണ് ആന്യൂറ്റി. അപ്പൊ ആന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ക്യാഷ് ഫ്ലോ ഫോർ എ ഫിക്സ്ഡ് പീരീഡ്. ആന്യൂറ്റിയുടെ സമ്മേന് കാണാൻ പ്രസന്റ് വാല്യൂന്റെ ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് ആന്യൂറ്റി ഫാക്ടർ. ആന്യൂറ്റി ഫാക്ടർ എവിടെ ഉണ്ടാവുക? ആന്യൂറ്റി ടേബിളിൽ ഉണ്ടാവും. ജസ്റ്റ് 10%ന്റെ അടിയിൽ 5 ഇയറിന്റെ നേരെ എടുത്താൽ മതി. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു.